ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ കാലമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാറില്ല. അങ്ങനെ ഞങ്ങളെ ഓഫ് ഡേ ആണ് ഇന്ന്. അങ്ങനെ ഒരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ വിചാരിച്ചൊരു വീഡിയോ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന്. ഇത് പാകിസ്ഥാനി കടയാണ്. ഇവിടെ നല്ല ഗുബൂസും ഡാലും ഒക്കെ കിട്ടുന്ന കടയാണ്. അങ്ങനെ പുതുതായിട്ട് തുടങ്ങിയ ഒരു റെസ്റ്റോറൻ്റ് ആണ്. അങ്ങനെ ഇവിടെ ഇരുന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാനും അർജുനും കൂടി ഇറങ്ങിയതാണ്. അങ്ങനെ ഡാലും പൊറോട്ടയും നല്ല ടേസ്റ്റ് ഫുഡാണ് ഇവിടെ. അങ്ങനെ ഡാലും പൊറോട്ടയൊക്കെ കഴിച്ചു സെറ്റായി. ഞങ്ങൾക്കിനി വെള്ളിയാഴ്ചത്തെ കുക്കിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇനി അടുത്തത്. അങ്ങനെ ചിക്കൻ കടയിലേക്ക് വന്നു. 2 ചിക്കൻ എടുത്തു. ഇന്ന് സുശീൽ പറയുന്നത് ബിരിയാണി വെക്കാമെന്നാണ് പറയുന്നത്. സുശീലിൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ്. അപ്പോൾ സുശീലിനെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് അർജുനുണ്ട്. കട്ടിങ് പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ആളിങ്ങനെ പറയുന്നുണ്ട് വീഡിയോ ഒക്കെ എടുക്കുന്ന നേരം നല്ലോണം സൂം ചെയ്തെടുത്തോ, കല്യാണമൊക്കെ ഉള്ളതാണ്, അപ്പോൾ നല്ലോണം വെക്കാനൊക്കെ ഫുഡൊക്കെ വെക്കാൻ അറിയാമെന്നൊക്കെ കാണിക്കേണ്ടിയിട്ടാണ് അർജുൻ്റെ പരിപാടി. ഞങ്ങൾ ബിരിയാണി ഏകദേശം സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സുശീലുള്ളത് കൊണ്ട് ഇവിടുന്ന് തിന്ന് ജീവിച്ച് പോകുന്നുണ്ട്. കാരണം നല്ല ഫുഡൊക്കെ ഉണ്ടാക്കും ആൾ. ഇപ്പോൾ ബിരിയാണി എന്താവും എന്തോ അറിയില്ല നമുക്ക്. എന്തായാലും വെച്ച് നോക്കാം. ബിരിയാണി വെച്ചിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും അവന് നല്ലൊരു പട്ടം കൊടുക്കാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു സെറ്റായി. ഇനി ബിരിയാണി കഴിക്കാനുള്ള പരിപാടിയിലേക്ക് പോകണം. അപ്പോൾ അതിന് മുമ്പിട്ടൊന്ന് കുറേ കാലമായി മുണ്ടൊക്കെ ഒന്ന് എടുത്തിട്ട്, അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു മുണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് സെറ്റപ്പായി. ഇനി ദമ്മ് പൊട്ടിക്കാനുള്ള പരിപാടിയിലേക്ക് പോവുകയാണ്. അങ്ങനെ ദമ്മ് എടുത്തപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. സംഭവം ഏകദേശം സെറ്റായിട്ടുണ്ട്. ബിരിയാണീൻ്റെ മണങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ തലശ്ശേരി ബിരിയാണിയാണോ അതോ കൊല്ലം ബിരിയാണിയാണോ അറിയില്ല. രണ്ടാളും കൂടിയും വെച്ചതല്ലേ. അപ്പോൾ എന്തായാലും ബിരിയാണിക്ക് നല്ല മണവും ഗുണമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. കൊള്ളാം. എന്തായാലും സുശീലിനെ ഞാനൊരു ആസ്ഥാന വെപ്പുകാരനാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.